കാലത്തിന്റെ 3 തൂണുകളായ പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നിവ നമ്മുടെ ജീവിതത്തെ ഇന്നും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നോമ്പിന്റെ 26-ാം ദിനത്തിൽ ആത്മീയ തളർച്ചകളിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാനുള്ള വലിയൊരു ആഹ്വാനമാണ് തിരുസഭ നമുക്ക് ഇന്ന് നൽകുന്നത്. പാപത്തിന്റെ തളർവാദം ബാധിച്ച് നിശ്ചലമായി പോയ നമ്മുടെ ആത്മാക്കളോട് ക്രിസ്തു ഇന്ന് കരുണയോടെ സംസാരിക്കുന്നു. ജീവിതത്തിലെ പരാജയങ്ങളും നിരാശകളും നമ്മെ തളർത്തിയിടുമ്പോൾ ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങാനുള്ള കൃപയാണ് ഈ ദിവസം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ദൈവ സന്നിധിയിലേക്ക് തിരികെ നടക്കാനുള്ള ഒരു ഉറച്ച തീരുമാനമാണ് ഓരോ നോമ്പും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തളർന്നു കിടന്നവനെ സൗഖ്യമാക്കിയ കർത്താവിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ആത്മീയ യാത്രയിൽ ശക്തി പകരട്ടെ. തളർച്ചയുടെ ശയ്യകൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് ചുവടുവയ്ക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നിസ്സംഗതയുടെയും അലസതയുടെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് പുതുജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബെത്സെദ കുളക്കരയിൽ നിന്ന് കുളത്തിലേക്ക് ഇറങ്ങാം. ദൈവഹിതത്തിന് കീഴടങ്ങുന്ന ഒരു ഹൃദയം രൂപപ്പെടുത്താൻ ഈ നോമ്പ് ദിനങ്ങൾ നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ അത് കേവലം ഒരു യാത്രയല്ല, മറിച്ച് ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 8 എഴുന്നേൽക്കുക, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ അതിജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കാരുണ്യ പ്രവൃത്തികളിലൂടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെയും ദൈവത്തോട് കൂടുതലെടുക്കാൻ ഈ സമയം പ്രയോജനപ്പെടുത്തണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുവാനുള്ള ഒരുക്കത്തിലാണ് നാം. അനുതാപത്തിന്റെ കണ്ണീർ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും വിശുദ്ധിയിലേക്കുള്ള വഴി തുറന്നു തരികയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീക്കി ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് നീങ്ങാൻ ഈ 26-ാം ദിനം നമ്മെ പ്രാപ്തരാക്കട്ടെ. പ്രത്യാശയോടെ എഴുന്നേൽക്കാനും സ്നേഹത്തിന്റെ പാതയിൽ നടക്കാനും സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.